ഇന്ന് നമുക്ക് ഹെൽത്തിയായ നല്ലൊരു വെയിറ്റ് ലോസ് സ്മൂത്തിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും അല്ലാതെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു 1/4 കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതോടൊപ്പം തന്നെ 4 കശുവണ്ടി, 4 പിസ്ത, 5 ബദാം, കൂടാതെ 1/2 ടേബിൾ സ്പൂൺ പംകിൻ സീഡ്, അതായത് മത്തങ്ങയുടെ കുരു ഉണ്ടല്ലോ അത്. ഇനി മധുരത്തിന് 2 ഈന്തപ്പഴം. ഈന്തപ്പഴം നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്തായാലും 2 തന്നെ അധികമാണ്, അതിന് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഈന്തപ്പഴം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 300 ml നല്ല തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുമ്പോഴേക്കും ഓട്സ് ഒക്കെ ഈ കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് വെന്തിട്ട് സീഡ്സും നട്ട്സും ഒക്കെ ചെറിയ തോതിലൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് 2 ചെറിയ രസകദളി പഴമാണ്. ഇവിടെ നമ്മൾ ഈ സയാമീസ് ഇരട്ടകളായിട്ടുള്ള രസകദളി പഴം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതൊരു ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ട് അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂണോളം ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കുക. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് കുതിർക്കാനായിട്ട് വെച്ച ഓട്സ്, നട്ട്സ്, സീഡ്സ്, അതുപോലെ ഈന്തപ്പഴം ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിന് നമുക്കിത് അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് പാല് ആവശ്യമുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു വെയിറ്റ് ലോസ് സ്മൂത്തിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഗ്ലാസ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട, ഇത് വെറും സാമ്പിൾ. 3 പേർക്ക് സെർവ് ചെയ്യാവുന്ന അളവിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.